പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണ് ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലോക ജീവിതത്തിൽ തിന്മകളും പ്രലോഭനങ്ങളും നമുക്ക് നേരിടേണ്ടതായി വരുമെന്നും അവയിൽ വീണു പോകാതെ നാം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നുണ്ട്. ദുഷ്ടനിൽ നിന്നും അവരെ കാത്തുകൊള്ളണം എന്നാണ് പിതാവിനോട് യേശു പ്രാർത്ഥിക്കുന്നത്. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ക്രൈസ്തവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ആത്മീയ സമരത്തെക്കുറിച്ച്. ഈ സമരം നമുക്ക് മരണം വരെ തുടരേണ്ടതാണ്. കാരണം സാത്താൻ വളരെ തന്ത്രപൂർവം പ്രലോഭനങ്ങൾ വഴി നമ്മെ സമീപിക്കുന്നു. 2 കൊറിന്തോസ് 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യവും പദ്ധതിയും അനുസരിച്ച് നമ്മുടെ ആത്മാക്കളെ നാം രക്ഷിച്ചെടുക്കണമെങ്കിൽ സാത്താന് എതിരായ സമരം, അതായത് ആത്മീയമായ ഒരു സമരം നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സാത്താനുമായി യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12 പറയുന്നു, സ്നാപക യോഹന്നാൻ്റെ നാൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. 1 പത്രോസ് 5:8-9 തിരുവചനങ്ങളിൽ നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. അപ്പോൾ സാത്താനുമായുള്ള യുദ്ധത്തിൽ വിജയിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത്. വെളിപാട് 12:12 ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് അറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ സാത്താനെ നേരിടാനാണ് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാനായിട്ട് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. ദൈവത്തിൻ്റെ ആയുധങ്ങൾ എന്തെല്ലാമാണ്? സത്യവും നീതിയും വിശ്വാസവും അതോടൊപ്പം തന്നെ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളുമാണ് നാം എടുക്കേണ്ടത്. കാരണം വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പാപത്തിൽ നിന്ന് അകന്ന് ദുഷ്ടനെ തോൽപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ 24-25 തിരുവചനങ്ങളിലൂടെ യേശു പറയുന്നുണ്ട്, എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. നമ്മുടെ ജീവിതവും വചനമാകുന്ന പാറമേൽ പണിയപ്പെട്ടതായിരിക്കണം. ജീവിതത്തിൽ ക്ലേശങ്ങളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം ഉണ്ടാകുമ്പോൾ പ്രത്യാശയോടെ ജീവിത പ്രശ്നങ്ങളെ നേരിടുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ വചനം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നമുക്ക് പാപങ്ങളിൽ നിന്നകന്ന് നിരാശപ്പെടാതെ ഒക്കെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.